ഹായ്, വെൽക്കം ബാക്ക് ടു ഡി ഷെഫ് ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ്. അപ്പോൾ ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഗുലാബ് ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് കൊണ്ടാണ് ഈ ഗുലാബ് ജാം തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം കൂട്ടുകാർ അവരുടെ പെരുന്നാൾ ആഘോഷിക്കാൻ പോവാണ്. അപ്പോൾ ഈ പെരുന്നാളിന് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിരിക്കും ഇത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതേപോലെ 2 ഏലക്കായ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ്. ഇവിടെ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവൊക്കെ നമുക്ക് ഇഷ്ടമനുസരിച്ച് മാറ്റാവുന്നതാണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാലാണ്. നമുക്ക് ബ്രെഡ് നന്നായിട്ട് കുഴച്ചെടുക്കാനുള്ള പാലാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ബ്രെഡ് കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പാല് നമുക്ക് വേണം. ഈ പാലിൽ ഞാൻ കുറച്ച് മധുരം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഈ പഞ്ചസാര ഈ വെള്ളത്തിൽ നല്ലപോലെ അലിയിച്ച് പഞ്ചസാര ലായനി ഉണ്ടാക്കാം. പഞ്ചസാര ലായനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1.5 കപ്പ് വെള്ളം എടുത്തത് ചൂടാക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മളെടുത്ത പഞ്ചസാര ചേർക്കാം. ഏലക്കായ ഞാനൊന്ന് ചതച്ചിട്ടേ ഉള്ളൂ, അതിലേക്ക് ചേർക്കാണ് ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട്. വേണമെന്നുണ്ടെങ്കിൽ അത് പൗഡറായിട്ട് പൊടിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ പഞ്ചസാരയുടെ അളവൊക്കെ അവരവരുടെ മധുരത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഓവറായിട്ട് എടുത്തിട്ടില്ല മധുരം. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൽ അലിയിച്ചെടുക്കാം. അതിനുശേഷം ഇതൊരു 5-8 മിനിറ്റ് ഒന്ന് നല്ലപോലെ ചൂടായി കുറേശ്ശെ വറ്റി വരണം. പഞ്ചസാര ഒന്ന് ഇളക്കി കൊടുത്ത് അലിയിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത് നിന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിടാം. കുറച്ച് നേരം അതൊന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ നല്ലൊരു തിക്നെസ് ആവും. അപ്പം നമുക്കിനി ബ്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് ബോൾസ് തയ്യാറാക്കാൻ നോക്കാം. പഞ്ചസാര അലിയുന്ന സമയത്ത് നമുക്കിവിടെ ഈ ബ്രെഡിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ സൈഡ് മാറ്റിയാലാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെ മുറിച്ച് കളയാം. ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊക്കെ കളഞ്ഞെടുത്തു. ഇനി ഞാനിത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ബ്രെഡ് ഒന്ന് പിച്ചി ചീന്തിയിട്ട് നമുക്ക് ഈ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ പൊടിച്ചെടുക്കാം. അങ്ങനെ ബ്രെഡ് ഇവിടെ മിക്സിയിൽ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ വെള്ളം മാത്രം എടുത്ത് പൊടിച്ച കാരണം ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പഞ്ഞി പോലെ കിട്ടും. ഇനി നമുക്ക് കുറേശ്ശെ പാല് ചേർത്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ബോൾസ് ഓൾറെഡി പഞ്ചസാര ലായനിയിലാണ് ഇടുക. എന്നാലും ഇതിൽ ഞാൻ പഞ്ചസാര ഇടാൻ കാരണം ഈ ബ്രെഡും പഞ്ചസാരയും കൂടി ചേർന്നിട്ട് അതൊന്ന് മുരിയുമ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ നെയ്യിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുറേശ്ശെയായിട്ട് പാല് ചേർക്കാം. പാൽ ഒരിക്കലും അധികമാവാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ഷേപ്പിൽ ഇത് കിട്ടണം. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ലപോലെ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാര ലായനി അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ അരിഞ്ഞെടുത്ത ഈ സൈഡ് ഭാഗം കളയണ്ട. ഇത് വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. മിക്സിയിൽ അടിച്ച് പൊടിച്ചാൽ മതി. ബ്രെഡ് ക്രംസ് ആയി. അപ്പോൾ കട്ട്ലേറ്റ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് ഓരോ ഉരുളകളായിട്ട് മാറ്റാം. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ ഒരുപാട് വലുതാക്കി ഉണ്ടാക്കണില്ല, കുറച്ച് ചെറുതാക്കിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് എടുക്കേണ്ടി വരും. അത് ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 ബോൾസിൻ്റെ അടുത്ത് തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ നമ്മുടെ പഞ്ചസാര ലായനി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മധുരം നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ വേണം തോന്നി. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂണും കൂടെ മധുരം ഇട്ടിട്ടുണ്ട്. നല്ല പോലെ മധുരത്തിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പെങ്കിലും പഞ്ചസാര എടുക്കാവുന്നതാണ്. അങ്ങനെ ബ്രെഡ് ബോൾസ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ലായനി അവിടെ തിളച്ച് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ബ്രെഡൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കളറ് മാറും. അപ്പോൾ അത് തിരിച്ചിട്ടൊന്ന് കൊടുത്താൽ മതി. അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വേവിക്കാണ്ട് തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ആ പുറം ഭാഗം ഒന്ന് കളറ് മാറാൻ വേണ്ടിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ ബ്രെഡ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റി വയ്ക്കാം. ഇവിടെ നമ്മുടെ പഞ്ചസാര പാനി ഞാൻ തീ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുടിച്ചു നോക്കുമ്പോൾ നല്ല മധുരമാണ്. ഇനി ഇത് നമുക്ക് കുറച്ചൊക്കെ അത്യാവശ്യം ചൂടാറിയ ശേഷം മാത്രമാണ് നമുക്ക് ഈ ബോൾസ് ഈ പഞ്ചസാര ലായനിയിൽ ഇട്ട് വയ്ക്കാൻ പാടുള്ളൂ. ഈ ഏലക്കായുടെ തുണ്ടൊക്കെ നമുക്ക് എടുത്ത് കളയാവുന്നതാണ്. നമ്മുടെ ബ്രെഡ് ബോൾസും
അതേപോലെ തന്നെ പഞ്ചസാര ലായനിയൊക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് പകർത്താം. ഇതിന് മുകളിലോട്ട് നമുക്ക് ഈ പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുക്കാം. ഈ ബോൾസ് നല്ല പോലെ ഇതിൽ മുങ്ങി കിടക്കണം, എങ്കിൽ മാത്രമേ ആ മധുരം അതിൽ പിടിക്കുകയുള്ളൂ. ഒരു 20 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. കൂടുതൽ നേരം ഇതിൽ കിടക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി തന്നെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഡി ഷെഫ് ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ്. താങ്ക് യു.